ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാട്ടോ ഈ കൊതുകുകളെല്ലാം കൂടെ കുടിച്ചു തീർക്കുന്നത്. വല്ല മനസാക്ഷി ഉണ്ടോ നോക്ക്. എവിടെ കൊതു വെച്ച്? കൊതിനെ ഓച്ചുവിട്, ഓച്ചുവിട്. എങ്ങനെ കൊതിനെ ഓച്ചുവിടുന്നേ? ഓ ഒമ്പോ ഒമ്പോ. ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും സുഖമാണ് കരുതുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടെ ഞാനിന്ന് എടുക്കാമെന്ന് തന്നെ വിചാരിക്കാൻ കാരണം ഞങ്ങൾക്കിവിടെ കൊട്ടിയൊരു ഉത്സവം നടക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരിങ്ങനെ ഇന്ന് ഇളനീര് വെപ്പ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ദിവസം. അപ്പോൾ ഇന്ന് ഇളനീര് വെപ്പായതുകൊണ്ട് ആൾക്കാരിങ്ങനെ ഇളനീരൊക്കെ വെച്ച് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാനിപ്പോൾ കാണിച്ചില്ലേ, അവരുടെ തോളിൽ ഇളനീരൊക്കെ വെച്ചിട്ട് അവരിവിടെ മണത്തണ എന്ന് പറയുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. അപ്പോൾ മണത്തണ എന്ന് പറയുന്ന ഇവിടെയുള്ള അമ്പലത്തിൽ നിന്ന് അവർ കൊട്ടിയൂർ വരെ അവർ നടക്കും. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നിരുന്നതാണ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര നെസ്റ്റുള്ള കാര്യമാണ്. ഞങ്ങൾ പഠിച്ചതെല്ലാം കൊട്ടിയൂർ സ്കൂളിലാണ്. അപ്പം ഇവിടെ ഉത്സവമൊക്കെ നമ്മൾ റോഡ് സൈഡിൽ വീടായതുകൊണ്ട് ഉത്സവമൊക്കെ വരാൻ നേരത്ത് ഈ അമ്പലത്തിലോട്ട് പോകുന്നതും ഇവരിങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഉള്ളവർ ഇതുപോലെ ചെയ്യുന്നില്ല. അവരല്ലെങ്കിൽ ഈ ഇളനീര് കൊണ്ട് പോകുമ്പോൾ ഓയേ ഹോ എന്നൊരു ട്യൂണിൽ ഇങ്ങനെ പറഞ്ഞാണ് പോവുക. പക്ഷെ ഇപ്പോൾ ഉള്ളവരങ്ങനെ പറയുന്ന കാണുന്നില്ല. ഇന്നലെ രാത്രി പോയവർ കുറച്ച് നേരം പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സാധാരണ നോർമലായിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇളനീര് വെപ്പ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് ശരിക്കും തിരിച്ചു പോകേണ്ടതാണ്. വയനാട് വീട്ടിലോട്ട് ഇന്ന് തിരിച്ചു പോകേണ്ടതാണ്. പിന്നെ ഇളനീര് വെപ്പാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇന്നലെ ഞാൻ അറിഞ്ഞത്. അപ്പം ഇളനീര് വെപ്പ് ആയതുകൊണ്ട് ഞാൻ കാർ കൊണ്ട് പോകുമ്പം ചുരത്തിലൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം വലി മുട്ടിപ്പോവും, പിള്ളേരുള്ളതാണ്, കുടുങ്ങി പോകുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ പോവാത്തത്. എന്നിപ്പോൾ നാളത്തേട്ടാക്കാൻ കരുതി. അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ ഏതായാലും ഇന്ന് ഇളനീര് വെപ്പൊക്കെയാണ് എന്നാൽ അതൊക്കെ ചേർത്തിട്ട് നമുക്കിന്നൊരു വ്ളോഗാക്കാം എന്ന് കരുതി. ഞാൻ പതുക്കെ സംസാരിക്കുന്നു. ജോഡു ഇവിടുത്തെ ഇവിടെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നു. പിള്ളേരെല്ലാം ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നു. അതുകൊണ്ട് ഞാൻ ഉറക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എണീറ്റെങ്കിലോ എന്ന് ഓർത്തിട്ടാട്ടോ. ഇപ്പോൾ ഇവിടെ സമയം 8 മണിയായി. ഞാൻ എണീറ്റ് വരുന്നുള്ളൂ. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ 8 മണി 9 മണി 10 മണിയൊക്കെ ആവും ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട്. എണീറ്റാലും ഞാനിങ്ങനെ കട്ടിലേ കിടക്കും. മൊബൈലിങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കും. അതാണ് ഇവിടെ വന്നുള്ള എൻ്റെ പരിപാടി. എനിക്ക് ഉത്തരവാദിത്വം വയനാട് വീട്ടിൽ ചെന്നാലേ ഉണ്ടാവുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. പല്ല് തേച്ചിട്ടില്ല, റെഡിയായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി പല്ലൊക്കെ തേക്കണം. ഇവിടെ ഭയങ്കര കൊതുകാണ്, ഭയങ്കര കൊതുക്. ഇവിടുന്ന് എനിക്ക് ജീവനും കൊണ്ട് ഓടിയാൽ മതി എന്നുള്ളൂ. വയനാട് വീട്ടിൽ ഈച്ചയുടെ പ്രശ്നമായിരുന്നു. പക്ഷേ ഈച്ചേനേക്കാൾ ഈ കൊതുകിനെ വെച്ച് നോക്കുമ്പോൾ ഈച്ച തന്നെയാണെന്ന് തോന്നുന്നു ഭേദം. എല്ലാം കടിച്ച് ഇവിടെ മൊത്തം ഡെങ്കു ഫീവറാണ് എല്ലാവർക്കും. ഞങ്ങളിനി ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും എല്ലാവർക്കും ഡെങ്കു പിടിക്കുമോ അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് എൻ്റെ വീട്ടിലെ കുറച്ച് കാഴ്ചകളും എല്ലാമായിട്ട് നമുക്കിന്നത്തെ അധികമൊന്നും ഞാൻ ചെയ്യൂല കേട്ടോ. വളരെ കുറച്ചായിട്ട് ഞാൻ നിങ്ങളെ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. പറ്റുവാണെങ്കിൽ ഞാൻ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഇതിനകത്തോടെ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കാരണം എനിക്കൊന്ന് പോകണം. ഞങ്ങളെപ്പോഴും എല്ലാ വർഷവും കൊട്ടിയൂർ ഉത്സവത്തിന് ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നതാണ്. ഭയങ്കര ഇഷ്ടമാണ് കൊട്ടിയൂർ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു വികാരം. നിറച്ചും ആൾക്കാരായിരിക്കും കേട്ടോ. ഈ വള്ളിയൂർക്കാവ് ഉത്സവം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ വയനാട്ടിലുള്ള? അത് പറയും പോലെയാണ് കൊട്ടിയൂർ ഉത്സവം. ഭയങ്കരമായിട്ട് ആൾക്കാരെല്ലാം വരും. അക്കരെ അമ്പലം ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തം എന്നുള്ളൊരിതാണ് ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ കട കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും സ്കൂൾ വിട്ട സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ കടകൾ കയറി ഇറങ്ങാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട്. അത് സ്കൂൾ പ്രായം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് നമ്മൾ കുടുംബമായിട്ട് എല്ലാവരും പോവും. എന്നിട്ട് പൊരി വാങ്ങും, ഹൽവ വാങ്ങും, കുറേ വള, പിന്നെ കുറേ കപ്പ്, ചട്ടികൾ, അങ്ങനെ കമ്മലുകൾ, ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. അവിടെ ഇങ്ങനെ അന്ന് 5 രൂപ, ഏതെടുത്താലും 5 രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വലുതായപ്പം ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയമായപ്പം ഏതെടുത്താലും 10 രൂപ എന്നായി. ഇപ്പോൾ ഏതെടുത്താലും എത്ര രൂപ എന്നൊക്കെ അറിയാം. ഞാൻ ഇന്ന് പോയിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ അവിടെ ബ്ലോക്കിൽ ഞാൻ കുറേ കുടുങ്ങി കിടന്നു. കടയുടെ മുമ്പിൽ ആൾക്കാരിങ്ങനെ അങ്ങോട്ട് പോകുന്നിട്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ രാത്രിക്കത്തെ വിഷ്വൽസ് എനിക്കതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോക്ക്.
അപ്പോൾ ഞാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അനിയൻ, എൻ്റെ ബ്രദറ്, അവൻ അമ്പലത്തിൽ ഇന്നലെ പോയിട്ടുണ്ട് രാത്രിക്ക്. അപ്പോൾ ഞാൻ അവനോട് കുറച്ച് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവന് കുറച്ച് ക്ലിപ്സ് എനിക്ക് എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഞാൻ ആഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താ, പിന്നെ എൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഓരോരുത്തർ എന്ത് പണിയാന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരു വൃത്തിയില്ല കേട്ടോ, ചുറ്റും പരിസരങ്ങളൊന്നും ഒരു വൃത്തിയില്ല. പിള്ളേർ വന്നതിന് ശേഷം ഈ വീടിനെ എടുത്തിട്ട് അവരെടുത്ത് മറിച്ചിട്ട് വെച്ചേക്കാണ്. അപ്പം ഞാൻ അതെങ്ങനെയാണോ ഇപ്പോൾ റിയലായിട്ട് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് കാണണമെന്നുണ്ടാവുമല്ലോ. വയനാട് വീട്ടിലെ കാര്യങ്ങൾ, പുതിയ വീട്ടിലെ കാര്യങ്ങൾ, ഡേ മൈ ലൈഫ് ഞാൻ അവിടെ വന്നിട്ട് ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇന്നിപ്പം ഏതായാലും ഞാൻ പോയില്ലല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം ഞാൻ ചെയ്യുന്നത്. കർഷകനായ എൻ്റെ പാവം അപ്പൻ അവിടെ ഇരുന്ന് അധ്വാനിക്കുന്നത് കണ്ടോ? അതും കൊതുകിൻ്റെ കടിയെല്ലാം കൊണ്ട് ഷർട്ട് പോലും ഇടാതെ. ഷർട്ട് ഇടില്ല എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേക പാരമ്പര്യം കേട്ടോ. എൻ്റെ അപ്പച്ചനും വല്യപ്പനും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഇഞ്ചിക്ക് കൂട്ടുന്നയാ? മഞ്ഞളോ? ആ, ഇതുപോലെ എത്ര കർഷകന്മാരുണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. എന്നിട്ടോ വിളകൾക്കൊന്നും ഒരു വിലയും ഉണ്ടാവില്ല, ആർക്കും ഒരു വിലയും ഇല്ല ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ. അതാ റോട്ടിൽ കൂടെയൊക്കെ ഇഷ്ടം പോലെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് ഇളനീര് വെപ്പിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് അന്ന് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇളനീര് കൊണ്ട് ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണേ. പിന്നെ പോലീസ് വണ്ടിയൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വീടിൻ്റെ അകത്തോട്ട് ഞാൻ ഒന്ന് കയറി. എൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ഉണ്ട് പിള്ളേരെല്ലാം നിലത്ത് കിടന്നുറങ്ങുന്നുണ്ട്. നിലത്ത് കംഫർട്ട് വിരിച്ചിട്ട് കിടക്കുന്ന കേട്ടോ. ജോഡു ഞാനും ഒന്നിച്ചാണ് കിടക്കുന്നത്. ഒരു പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ച് ആണ് കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കംഫർട്ടിൽ, അവർക്ക് റൂമിൽ കിടക്കണ്ടാവില്ല, അവർക്ക് കംഫർട്ട് വിരിച്ചിട്ട് അതിനകത്ത് തന്നെ കിടന്നുറങ്ങിയാൽ മതി എന്ന് അവർക്ക് നിർബന്ധം. അപ്പോൾ 3 പേർക്ക് അങ്ങനെയാകുമ്പോൾ ഒരുമിച്ച് മര്യാദയ്ക്ക് കിടന്നുറങ്ങാമല്ലോ. അതും വിരിച്ചു കൊടുത്ത് കിടന്നുറങ്ങുന്ന ഉറക്കമാണ് ഈ കാണുന്നത് 3 കൂടെ. ചേച്ചീൻ്റെ 2 പേരാട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഉള്ളിലോട്ട് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കുമുണ്ട് അമ്മ ഇരുന്നു കൊണ്ട് ചായ കുടിക്കുന്നുണ്ട്. അമ്മ അറിയുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം. അമ്മേനെ ഞാൻ വീഡിയോ എടുത്തു എന്ന് അറിഞ്ഞെങ്കിൽ അമ്മേനെ ഓടിക്കും. അപ്പോൾ അമ്മ അറിയാതെ അമ്മ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അമ്മ അറിയാതെ അമ്മേൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്താൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പല്ല് തേക്കാൻ ഇറങ്ങി. എന്നാലേ ചായ കുടിക്കാൻ പറ്റുള്ളൂ. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് ഞാൻ പല്ല് തേക്കാൻ ഇറങ്ങിയത്. ഞങ്ങളുടെ വീട്ടിലെ പശുക്കിടാവ് കേട്ടോ, കുട്ടപ്പൻ എന്നാണ് പേര്. ജോഡുവിൻ്റെ പ്രിയപ്പെട്ട ആനിമലാണ് പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ അമ്മ കാര്യനിസ്സാരം, പണ്ടത്തെ ഒരു കാര്യനിസ്സാരമുണ്ട്. കാര്യനിസ്സാരവും കണ്ടിട്ടാണ് എൻ്റെ അമ്മ ചായ കുടിക്കുന്നത്. അതുകൊണ്ട് വായിലെ ഭക്ഷണമെല്ലാം അവിടെ സ്റ്റക്കായിട്ടിരിപ്പുണ്ട്. ഞാനാണെങ്കിൽ പുട്ടും ബീഫുമാണ് ഇന്ന് കഴിക്കുന്നത് കേട്ടോ. അമ്മ പഴമാണ്, പക്ഷെ ഞാൻ ബീഫ് എടുത്ത് കഴിച്ചു. ഇത് കഴിച്ചിടയ്ക്ക് ഞാനൊരു അമ്മയെന്നൊരു വിളിയും കേട്ടു. ഞാൻ എന്താ ജോഡു എണീറ്റല്ലോ എന്ന് കരുതിക്കൊണ്ട് വേഗം വന്ന് നോക്കുമ്പോൾ ജോഡു ഇവരുടെ ഇടയിൽ വന്ന് കിടന്നുറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരെ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ജോഡു എണീറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എണീക്കും കേട്ടോ. ഇവർക്കെല്ലാവർക്കും ഇത്രയും ഇയർ ഗ്യാപ്പിൽ, ഇപ്പം ജോനായിട്ട് 6 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ആ വീട്ടിൽ ഏറ്റവും കുഞ്ഞെന്ന് പറഞ്ഞാൽ ജോഡുവാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കാര്യമാണ്. ബാഹുബലിയൊന്നുമില്ല, ബാഹുബലി പോയി. ബാഹുബലിനെ പൽവാദകം കൊന്നു കളഞ്ഞില്ലേ? മരിച്ചു പോയില്ലേ ബാഹുബലി? മരിച്ചുപോയി. കാലയിൽ വാവുന്നു, കയ്യിൽ വാവുന്നു, മരിച്ചുപോയി. ചേട്ടാനെ ഏൽപ്പിച്ച് ചേട്ടാനെ എണീക്കാൻ പറ. ചേട്ടാ എണീക്കുന്നില്ല. ചേട്ടാട് പറ അമ്മ വണ്ടി എത്തുകൊണ്ട് വരുന്നത്. അമ്മ വടി എത്തുമെന്ന് പറ. ഇനിയിപ്പം ബദേലും ഡാനിലൊക്കെ എണീറ്റ് പോയി. ഇനിയിപ്പോൾ ജോനും ജോഡും കൂടെ കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് അങ്ങ് കിടക്കുവാണ്. ഇനി ഇവർ എണീക്കുന്നതിന് മുമ്പ് ഇവരുടെ ഒരു മെയിൻ പരിപാടിയാണ് ബെഡിൽ കിടന്ന് കുറേ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മറിയുക. ജോനും ജോഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഡുവിന് ജോനില്ലാതെയും പറ്റില്ല, ജോന് ജോഡു ഇല്ലാതെയും പറ്റില്ല. ഞാൻ കുറച്ച് ദിവസം ജോഡുവിനെ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് കൊണ്ട് നിർത്തി. ഇപ്പം ജോനാണെങ്കിൽ സഹിക്കുന്നില്ല ജോഡു അവിടെ ഇല്ലാഞ്ഞിട്ട്. ഇവർ ഈ കിടന്ന് കളിയും ബഹളവും. ജോനാണെങ്കിൽ വലിയ ചേട്ടൻ്റെ ഉത്തരവാദിത്തം ഇടയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും, കിടന്ന് കളിക്കും, തലയൊക്കെ മുട്ടിക്കും. പക്ഷെ എന്നാലും ഇവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും ഇല്ലാതെ വീട്ടിലിരിക്കാൻ പറ്റില്ല. ജോനെ എങ്ങാനും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തും, അവൻ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ജോഡു സൈലൻ്റാണ്. ജോഡു പിന്നെ എൻ്റെ പുറകെ നിന്ന് മാറൂല. അല്ലെങ്കിലും അമ്മക്കുഞ്ഞാണ്, എൻ്റെ പുറകെയാണ്. പക്ഷേ ജോൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ആശ്വാസമുണ്ട്. ജോഡു എന്താ കഴിച്ചേ? ഉറ്റ വേഗം കഴിച്ചോ. ചേട്ടായി 1 മണിക്കൂറായിരിക്കാൻ തുടങ്ങിയിട്ട്.
ചേട്ടാ ഇന്നെങ്ങാൻ തീരുവോ? വേഗം കഴിക്കോ അങ്ങോട്ടാ. ജോഡ് കണ്ടോ മിക്കനായിട്ട് കഴിക്കുന്ന. പുട്ടിൻ്റെ പഴം മാത്രം എടുത്ത് കഴിച്ചിട്ട് ജോഡ് ഒരൊറ്റ പോക്കം പോയി. പിന്നെ അവൻ്റെ പുറകെ നടന്ന മുറ്റത്തൂടെ അവൻ സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് അവനെ ഭക്ഷണമെല്ലാം കഴിപ്പിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആങ്ങളെ വന്നു. പുഴയൊക്കെ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ വീടാട്ടോ അവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മൂത്ത മോനാണ്, അമൽ എന്ന പേര്. അപ്പം ഞങ്ങളെല്ലാവരും അവൻ പറഞ്ഞു പുഴയിലൊക്കെ ഒന്ന് പോവാം, നല്ല കൊതുകുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുഴയിലോട്ട് ഏതായാലും പുഴയൊക്കെ ഒന്ന് കാണാൻ, പറമ്പൊക്കെ കണ്ടിട്ട് കുറച്ചായല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാനും പിള്ളേരെല്ലാവരും കൂടെ ഒന്ന് പറമ്പ് കാണാൻ ഇറങ്ങുക. പുഴയിൽ വെള്ളം നന്നായിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പുഴയിൽ പോവാന്ന് പറ. പുഴയിൽ പോവാ പറ. പോയാ ഏതാ കൊക്ക്? എത്ര കൊക്കുണ്ട്? 1 2 1 2 തീയില്ല. 1 2 കൊക്ക്. അയ്യോ കൊതു 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 കൊതു. എവിടെ കൊതു വെച്ചേ? കൊതിനെ ഓച്ചുവിട്. എങ്ങനെ കൊതിനെ ഓച്ചുവിടുന്നേ? ഓ ഉമ്പോ 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 മൊത്തം കൊത്ത. അതെ ഫുള്ള് കൊതു. എല്ലാം ഓടിച്ചുവിട്. കൊതുകിനെല്ലാം ഓടിച്ചുവിട്. ഷൂ ഒക്കെ. അതാ പുഴ എത്താനായിട്ടോ. പുഴയിൽ ഭയങ്കര വെള്ളമാണെന്നൊക്കെ പ്രതീക്ഷിച്ച് ഞങ്ങൾ പോയതാണ്. പക്ഷെ അവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളം കുറവായിരുന്നു, കുറച്ചേ ഒന്ന് കൂടിയെന്നേ ഉള്ളൂ. അതിനുള്ള മഴയൊന്നും പെയ്തില്ലല്ലോ. ജോനാണെങ്കിൽ പുഴയിൽ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലിരിക്കുക. ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ അവിടെ പോയി നിൽക്കുന്ന സമയത്തുണ്ട് കൊതുകുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മുടെ വീട്ടിൽ ഭയങ്കര കൊതുകാണ്. ഇപ്പം പറമ്പിലോട്ടും കൂടെ ഇറങ്ങിയപ്പോഴത്തേക്ക് അതിന് ഇരട്ടി കൊതുകുകളും. ഇവിടെ ആണെങ്കിൽ പ്രദേശത്താണെങ്കിൽ നല്ലപോലെ ഡെങ്കു ഉണ്ട്, ഡെങ്കു ഫീവർ ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ഞാൻ പിള്ളേരെ കൊണ്ട് അതുകൊണ്ട് പിന്നെ അധികം നേരം നിൽക്കണ്ട, വേഗം പോയേക്കാന്ന് ഓർത്തിട്ട് വേഗം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. എപ്പോഴേലും ആകെ ഇത്രേ വെള്ളമായിട്ടുള്ളൂ. നല്ല ഒഴുക്കുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ ഈ പിള്ളേരെ വേണമെന്ന് ഇറക്കാൻ ചെയ്യും. ജോൻ്റെ താടിയിൽ സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് അവനെ തൊട്ട് ഇറക്കാനും പറ്റില്ല. നനഞ്ഞിട്ട് പിന്നെ ഇൻഫെക്ഷൻ എന്തെങ്കിലുമായിട്ടുണ്ടെങ്കിലേ. ഞങ്ങളുടെ പ്രകൃതി ഭംഗിയുണ്ടോ, മഴ പെയ്യാനുള്ള പരിപാടി കേട്ടോ. ഇരുണ്ടൊക്കെ വരുന്നത് കണ്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം അപ്പം മഴയും ചാറാൻ തുടങ്ങി. അപ്പോൾ ജോഡുവിനാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ട്, നല്ല കൊതുകും ഉണ്ട്. ഞങ്ങൾ ഏതായാലും ആ സമയത്ത് നോക്കിയിട്ട് വേഗം വീട്ടിലോട്ട് പോയി. ജോസിച്ചേ ഹായ് എന്ന് പറഞ്ഞേ. ഐ ലവ് യു പറഞ്ഞേ. ഗുഡ് നൈറ്റ് പറഞ്ഞേ. ടാറ്റ പറഞ്ഞേ. ടാറ്റ ഉമ്മത്തേലൊക്കെ ഉമ്മ. വീടിൻ്റെ മുന്നേ ഇരുന്ന് ഞാൻ KSRTC ബസ്സും എല്ലാ വണ്ടികളും പോകുന്ന കണ്ടുപിടിക്കുക. റോഡ് സൈഡിൽ വീട്ടിൽ എൻ്റെ ഗുണം ഇത്, നമുക്ക് വണ്ടികളും റോഡിൽ നടക്കാൻ എല്ലാം കാണാം കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു സോഡയൊക്കെ കിട്ടി. ഞങ്ങൾ വേഗത്ത് മടുത്തു. അപ്പോൾ സോഡയെല്ലാം ഒന്ന് കുടിച്ചു. അപ്പോൾ മഴ പെയ്യും കേട്ടോ. മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതായി പാവങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്നവരെ ഇളനീരൊക്കെ തലയിലും വെച്ചിട്ട് അവർ ചിലർ കുട വെക്കുന്നു, ചിലർ കുട വെക്കുന്നില്ല. അതും ചുവന്നുകൊണ്ട് പോകുന്നതൊക്കെ പാവം തോന്നും കേട്ടോ. പിള്ളേരെല്ലാം കൂടി ഇരുന്ന് സോഡ കുടിക്കട്ടെ. എല്ലാവർക്കും ഓരോ സോഡകളൊക്കെ കിട്ടും. പിള്ളേർ പിന്നെ ഓരോ കളി. ജോഡ് സ്കൂട്ടറിൽ നടക്കുന്നുണ്ട്. ജോനാണെങ്കിൽ ഇരുന്ന് മലന്നൊക്കെ സോഡ കുടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കൊതുകുകൾ വന്ന് എൻ്റെ രക്തം ഊറ്റി കുടിക്കുന്നുണ്ട്. ബദലാണെങ്കിൽ അത് വന്ന് കൊല്ലുന്നുണ്ട്. പിള്ളേരെല്ലാം ലാസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം കൂടെ ഇരുന്ന് കളിയാണ്. പിള്ളേർക്ക് മേളമാണ്, വെക്കേഷൻ തീരാനായല്ലോ. എന്നാലും ഇരുന്ന് ഭയങ്കര കളിയാട്ടോ. പിന്നെ ബാഹുബലി ഇരുന്ന് കാണുവാണ്. ബാഹുബലിയുടെ അഡിക്റ്റാണ് ജോഡു. എത്ര തവണ വേണമെങ്കിലും ജോഡു ബാഹുബലി ഇരുന്ന് കാണും. അവൻ അത്രയ്ക്കും ഇഷ്ടമാണ്. ഹലോ, അപ്പം ഏകദേശം ഉച്ചയായി. ഞങ്ങളിതാ ഒരു ഫിലിം കാണാൻ പോവാണ്. നമ്മുടെ ഗുരുവായൂർ അമ്പലം നടയിലൊന്ന് കാണുന്നുണ്ടായിരുന്നു. നാട്ടിൽ വരുന്ന സമയത്ത് അല്ലേ, ഇവിടെ എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങളൊരു സിനിമയ്ക്ക് എന്തായാലും കാണാൻ പോകും. അപ്പം ഇപ്പം ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ളത് ചേച്ചിയുടെ മോൻ ഡാനലും ജോൺകുട്ടനുമാണ് ഉള്ളത്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ചേച്ചിയുടെ മോളുണ്ട്. അവൾ പറഞ്ഞു അവൾ ജോർഡിനെ നോക്കിയിരുന്നോളാം. അന്ന് ജോർഡിനെ കൊണ്ട് പോകുന്നില്ല. ജോർഡിനെ കൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും ജോൻ? ഫിലിം കാണാൻ അവൻ വഴക്കുണ്ടാക്കും. ലാസ്റ്റ് ഞാൻ അവനെ കൊണ്ട് ഞാൻ പുറത്ത് പോയി വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. പിന്നെ അവൻ കരച്ചിലും ബഹളമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഫിലിം കാണാൻ പോകുന്ന നേരത്ത് ഞാൻ അവനെ ഇപ്പം അങ്ങനെ കൊണ്ടാകാറില്ല. പിന്നെ എനിക്ക് പറ്റുവാണെങ്കിൽ ത്രെഡൊക്കെ ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ 2 മണിക്കാണ് ഷോ. ഇപ്പോൾ ഏകദേശം 1 മണി 1:10 ആയി. ഒരു 10-20 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന്. അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ തിരക്കിൽ റോഡിൽ നിറച്ചും വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് ഏതായാലും ഒന്ന് പോയി നോക്കി. ഇന്നലെ പോകണമെന്ന് കരുതി, പിന്നെ അതിങ്ങനെ മടി വെച്ച് മഴയൊക്കെ കണ്ടപ്പം വേണ്ടെന്ന് വെച്ചു. പക്ഷെ ഇന്നിപ്പോൾ എന്തായാലും അങ്ങ് പോയേക്കാന്ന് കരുതി. സ്കൂൾ വെക്കേഷനൊക്കെ കഴിയാനായില്ലേ. അപ്പോൾ പിന്നെ അന്ന് തിയേറ്ററിൽ ഒന്ന് എന്തായാലും പോകണം. പിള്ളേരൊക്കെ ഒന്ന് പോട്ടെ. പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ നല്ലതാണെന്നൊക്കെ ഇങ്ങനെ കേട്ടു. ഭയങ്കര ഫൺ മൂവിയാന്നൊക്കെ കേട്ടു. അപ്പോൾ പിന്നെ ഒന്ന് പോയി കാണാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പതുക്കെ അങ്ങോട്ടേക്ക് പോവുകയാണ്. റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല തിരക്കാട്ടോ. റോഡിൽ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ശരിക്കും പിള്ളേരെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ ഞാൻ ഇരുന്നതാണ്. അന്നേരം ഇപ്പോൾ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ അമ്മയൊക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ലാസ്റ്റ് അമ്മ മഴ കണ്ടപ്പം അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ബദലും ജോഡിനെ പിന്നെ എന്തായാലും ഞാൻ കൊണ്ടുപോകണ്ടെന്ന് വെച്ചിരുന്നതാണ്. പിന്നെ എല്ലാവരും കൂടെ പോവുകയാണെങ്കിൽ മാത്രം പോകാമെന്ന് കേട്ടോ ഓർത്തെ. റോട്ടിൽ കണ്ടോ ഫുള്ള് തിരക്കാണ്.
പിന്നെ ഈ ആൾക്കാരുടെ കാര്യവും പറയണ്ട, ഒരു ശ്രദ്ധയില്ലാണ്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഓട്ടമാണേ. ഭയങ്കര അശ്രദ്ധമായിട്ടായി മനുഷ്യന്മാർ നടക്കുന്നത്. വണ്ടി ഓടിക്കുന്നവരെ പറ്റി അവർ ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ നമ്മളിതാ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് മഴ നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടോ. ഇതാണ് ദേവ് സിനിമാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണിച്ചാറ്. ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഇതാണ് കണിച്ചാറുള്ള ഈ ഒരു ദേവ് സിനിമാസാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിലും ഉണ്ട്, തലവനും ഉണ്ട്, പിന്നെ ടർബോയും ഉണ്ട്. ടർബോ പിന്നെ വയലൻസ് ആയതുകൊണ്ട് ഞങ്ങൾ കാണണ്ടാന്ന് വെച്ചു. ഗുരുവായൂർ അമ്പലനടയിൽ പിള്ളേർക്കും കാണാം, കുറച്ച് കോമഡി ആണല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് അവർക്ക് പോപ്കോൺ, അവർ വരുന്നത് തന്നെ പോപ്കോൺ തിന്നാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ അവർ പോപ്കോണൊക്കെ വാങ്ങി, ഒരു ഫ്രൂട്ടിയൊക്കെ വാങ്ങി. പിന്നെ ഇതാ ഒറ്റ മനുഷ്യന്മാരില്ല, ഈ ഉച്ച സമയം ആയതുകൊണ്ടാണെന്ന് ആരുമില്ല. അപ്പോൾ നമുക്ക് എവിടെ വേണേലും ഓടിച്ചാടി നടന്നിരുന്ന് ഫിലിം കാണാൻ പാകത്തിനായിരുന്നു കേട്ടോ. നല്ല സുഖമായിരുന്നു, ഈ ഒരു സമയത്ത് പോകുന്നത് നല്ലതാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ മൂവി എല്ലാം കണ്ടിറങ്ങി ഗുരുവായൂർ അമ്പലനടയിൽ. അടിപൊളി പടം, ഭയങ്കര ഫൺ അല്ലേ ജോൻ? അഭിപ്രായം പറയടാ. നല്ല ഫിലിം. അതില് കുറച്ചൊക്കെ എത്തിയപ്പോ പൃഥ്വിരാജും വിനും കുറച്ച് അടിയൊക്കെ ആയി. ലാസ്റ്റ് പൃഥ്വിരാജും വിനും നല്ല ഫ്രണ്ട്സ്. അവനിപ്പോ കഥ മൊത്തം പറഞ്ഞു തരും. എല്ലാം സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി പടമായിരുന്നു. കുറെ ചിരിക്കാനുണ്ട്. പിന്നെ പൃഥ്വിരാജിനെ നമ്മൾ ഇങ്ങനെ ഒരു റോള് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. സീരിയസ് ആയിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടർ റോളൊക്കെ കണ്ടിട്ട് ഒരു ബ്രോഡാഡി ടൈപ്പാവും. പക്ഷെ ഭയങ്കര ഫണ്ണായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷെ ആൾക്കാരുണ്ടായിരുന്നില്ല, ഈ സമയമായത് നമ്മൾ 2 മണി സമയത്തല്ലേ വന്നത്. അപ്പോൾ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കാണാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പോയി, ഞങ്ങളിങ്ങനെ പതുക്കെ വീട്ടിലോട്ട് പോവാണ്. ഈ വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം ജോഡു എണീറ്റ്, ജോഡിനെ ഉറക്കി കിടത്തിയിട്ടാണ് വന്നത്. ജോഡു എണീറ്റോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകണം. പറ്റിയ എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ പോട്ടെ. ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി കയറി കേട്ടോ. ത്രെഡ് ചെയ്യാൻ കയറിയപ്പം ജോൻ്റെ കയ്യിൽ ഫോണും കൊടുത്തിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഞാൻ അറിയാണ്ട് വീഡിയോ എടുത്താണ്. അപ്പോൾ ഏതായാലും ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, എന്നങ്ങ് എടുത്തേക്കാന്ന് ഓർത്തു. അപ്പോൾ ത്രെഡിങ് എല്ലാം കഴിഞ്ഞു. കുറച്ച് ദിവസമായി ഞാൻ ത്രെഡ് ചെയ്യണം എന്നൊക്കെ കരുതിക്കൊണ്ടിരിക്കും. നല്ല വൃത്തിയായിട്ട് തന്നെ അവരെനിക്ക് എടുത്തിട്ടുണ്ട്. എനിക്കൊന്നാതെ കനവില്ലാത്ത കട്ടി കുറഞ്ഞ പുരുകമാണ് എനിക്കുള്ളത്. അപ്പം നല്ല ശ്രദ്ധിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ളതെല്ലാം കൂടെ വൃത്തികേടായി പോകും. അപ്പോൾ ഏതായാലും നല്ല ഭംഗിയായിട്ട് തന്നെ അവർ എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാട്ടോ. വീട്ടിൽ പോകുമ്പം ജോഡുവിൻ്റെ റിയാക്ഷനാണ് എനിക്കറിയേണ്ടത്. അവൻ കുറേ നേരത്തേക്ക് എന്നെ കണ്ടില്ലെങ്കിൽ കണ്ടു കഴിയുമ്പോഴത്തേക്കും പിന്നെ അവനൊരു ഭയങ്കര സന്തോഷമാണ്. അവൻ എണീറ്റോ അമ്മേനെ കഷ്ടപ്പെടുത്തിയോ എന്നൊന്നും അറിയത്തില്ല. നമ്മളിതാ വീടെത്താനായി. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ആണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് കയറും കേട്ടോ. വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെ വഴിയിൽ തന്നെ പിള്ളേരെല്ലാവരും കൂടെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. ഞാൻ വരുന്നത് കണ്ടിട്ട് അവർ മില്ലിലായിരുന്നു. ഞാൻ വരുന്നത് കണ്ട് പിള്ളേരെല്ലാം നോക്കിയിരിക്കുക. അപ്പോൾ അതാ ജോഡിനെ കൊണ്ട് അവർ വരുക. നീ എന്താ വീഡിയോ എടുക്കണോ? അമ്മ പറഞ്ഞിട്ടാ. ഇതെന്നെ പാനൊക്കെ ഊരിപ്പോയത്. ഇതെന്താ വെറാട്ടി? ഇതെന്നെ പാനൊക്കെ ഊരിപ്പോയ അപ്പച്ചേത്ത് പോയതാണോ? ആണോ? ആ അപ്പച്ചേത്ത് പോക്കോ. ആണോ? എന്നാ പോയി പിടിച്ചോ. അമ്മ വണ്ടി ഓഫാക്കട്ടെ.